Good afternoon, students. We will discuss the second uniqueness theorem. Second uniqueness theorem statement already discussed. If you consider a region containing several charges and the region is filled with a charge density rho, and the electric field can be uniquely determined if the total charge on each conductor is given. So, this statement we will prove proof we discuss proof. So, as shown in this figure, you consider a region which is filled with a charge density rho. The charge density rho is specified. And the region contains several conductors with the total charge Q1, Q2, Q3, etc. ഓരോ കണ്ടക്ടറിൻ്റെ ടോട്ടൽ ചാർജ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ഒരു യുണീക്ക് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് യു ക്യാൻ യുണീക്ക്ലി ഡിറ്റർമിൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദിസ് റീജിയൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരം ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കോൺവേഴ്സ് ആദ്യം അസ്യൂം ചെയ്യാണ്. Let us assume that two electric fields, two functions of electric field vector E1 and vector E2 satisfy above condition. നമ്മളുടെ അസംഷൻ ആണ്. അതായത് നമ്മൾ രണ്ട് ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യേണ്ടതെന്ന് അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യുന്നത് നമ്മൾ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത് E1 is equal to E2 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ് us assume that E1 vector E1 not equal to vector E2. That is our assumption. Equation number A. Okay. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്തു. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഇൻ്റർവീനിങ് റീജിയനിലെ, അതായത് ചാർജസ് കണ്ടക്ടേഴ്സിൻ്റെ ഇടയിലുള്ള റീജിയനിലെ ചാർജ് ഡെൻസിറ്റി റോ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ഗോസസ് ലോ യു ക്യാൻ റൈറ്റ് del dot vector E1 is equal to rho by epsilon 0. This is equation number 1. And also E2 എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡും ഫംഗ്ഷനും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം del dot E2 is equal to rho by epsilon 0. Equation number 2. നമ്മൾ ഇതിൽ ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. Q1, Q2, Q3, Q4 അങ്ങനെ ഒരുപാട് കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ith കണ്ടക്ടർ നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്യാണ്. ദിസ് ഈസ് an ith കണ്ടക്ടർ. With the total charge Qi. Then you can write ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം. If you apply Gauss's law over the ith conducting surface for ith conducting surface, surface integral ith conducting surface closed surface integral E1 dot dA
അതിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് QI ആണ്. QI by epsilon 0. This is equation number 3. E2 ആണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ith കണ്ടക്ടിങ് സർഫസ് വെക്റ്റർ E2 dot dA is equal to QI by epsilon 0. Equation number 4. Okay. So നമ്മളിതിൽ ഈ ഔട്ടർ ബൗണ്ടറിയിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഔട്ടർ ബൗണ്ടറിയിലാണ് ഗോസസ് ലോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ then you can simply write closed surface integral outer boundary vector E1 dot dA is equal to total charge enclosed by the closed surface. നമുക്ക് അതിനെ Q total എന്ന് represent ചെയ്യാം. Q total by epsilon 0. This is equation number 5. E2 ആണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ closed surface outer boundary vector E2 dot dA is equal to Q total by epsilon 0. Equation number 6. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് നമ്മളുടെ അസംഷൻ എന്ന് പറയുന്നത് വെക്റ്റർ E1 നോട്ട് ഈക്വൽ ടു വെക്റ്റർ E2 എന്നാണ്. സോ യു ക്യാൻ ഡിഫൈൻ let us define a function, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. വെക്റ്റർ E3 is equal to vector E1 minus vector E2. Equation number 6a. So what is del dot E3? Just divergence രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ del dot E1 minus del dot E2. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ del dot E1 എന്ന് പറയുന്നത് റോ ബൈ എപ്സിലോൺ 0 ആണ്. del dot E2 റോ ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് del dot വെക്റ്റർ E3 is equal to 0. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കണ്ടക്റ്റിംഗ് സർഫസിന് ഇങ്ങനൊരു കണ്ടക്റ്റിംഗ് സർഫസിന് ചുറ്റുമാണ് നിങ്ങൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിലും ഇതിൻ്റെ റീജിയൻ്റെ ഇടയിലാണെങ്കിലും ഔട്ടർ ബൗണ്ടറിയിലാണെങ്കിലും del dot E3 0 എന്ന് നമുക്ക് സിംപിളി പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഇൻ്റഗ്രൽ ഫോമിൽ എഴുതിയാൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കുക. ഇത് ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E3 ഡോട്ട് ഡി ആണ്. ഗോസസ് ലോയുടെ ഇൻ്റഗ്രൽ ഫോമും ഡിഫറൻഷ്യൽ ഫോമും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറൻഷ്യൽ ഫോം del dot E3 = 0 ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് E3 ഡോട്ട് E. ഈ സർഫസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് സർഫസിൻ്റെ ഔട്ടർ ബൗണ്ടറി ആവാം, കണ്ടക്റ്റിംഗ് സർഫസിൻ്റെ ബൗണ്ടറി ആവാം, അല്ലെങ്കിൽ ഔട്ടർ ബൗണ്ടറി ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കാം. നമുക്ക് ഏത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം. ഏത് വേണമെങ്കിലും ആയാലും ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ E3 ഡോട്ട് ഡി = 0 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കുക. ഇങ്ങനൊരു ഇക്വേഷൻ എഴുതിയത് കൊണ്ട് E3 0 എന്നുള്ള ഒരു വൈൽഡ് ഗസ്സിലേക്ക് നമ്മൾ എത്തുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ E3 ഡോട്ട് ഡി യുടെ ടോട്ടൽ ഇൻ്റഗ്രേഷൻ ഒരു ക്ലോസ്ഡ് സർഫസിൽ 0 ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ റീജിയൻ്റെ കണ്ടക്റ്റിംഗ് റീജിയൻ്റെ ഉള്ളിലുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. E3 ഡോട്ട് ഡി 0 ആണ് എന്ന് കരുതി E3 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് E3 = 0 എന്ന് സ്പെസിഫൈ ചെയ്യുകയാണ്. അങ്ങനെ E3 = 0 എന്ന് സ്പെസിഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രിക് ഫീൽഡ് യുണീക്കായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളുടെ ഇനീഷ്യൽ അസംഷൻ തെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് യുണീക്കാണെന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് E3 ഡോട്ട് ഡി = 0 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡിനെ
നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇക്വേഷൻ നമ്പർ 8 എന്ന് പറയുന്നത്, സപ്പോസ് യു അപ്ലൈ ഇക്വേഷൻ നമ്പർ 8. ഇഫ് യു അപ്ലൈ equation number 8 over a particular conducting surface, closed surface integral E3 dot dA is equal to 0 എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ E3 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫംഗ്ഷനാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫംഗ്ഷനാണ് E3. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രിക് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്കാലാർ ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു സ്കാലാർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. നമുക്കൊരു അസ്യൂം ചെയ്യാം, ഒരു സ്കാലാർ പൊട്ടൻഷ്യലിനെ അസ്യൂം ചെയ്യാം. ലെറ്റ് us assume that it is V3. V3 is a scalar quantity, so vector E3 is equal to minus del V3. Equation number 8a. ഇങ്ങനെ നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഒരു കണ്ടക്റ്റിംഗ് സർഫസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കണ്ടക്റ്റിംഗ് സർഫസിലെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഓർക്കുക, റിമെമ്പർ ദാറ്റ് V3 ഈസ് കോൺസ്റ്റൻറ്റ്. കാരണം ഒരു കണ്ടക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓവർ എ കണ്ടക്റ്റിംഗ് സർഫസ്. കണ്ടക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. സോ V3 ഈസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്താ? സർഫസ് ഇൻ്റഗ്രൽ E3 ഡോട്ട് dA is equal to 0. അങ്ങനെയാണെങ്കിൽ യു ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് ഇൻ്റഗ്രൽ വിത്ത് എ കോൺസ്റ്റൻറ്റ് V3 closed surface integral E3 dot dA is equal to 0. So that can be written as closed surface integral V3 E3 dot dA is equal to 0. ഇതൊരു കണ്ടക്റ്റിംഗ് സർഫസിലായിരിക്കും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് കണ്ടക്റ്റിംഗ് സർഫസ്. ക്ലിയർ? അപ്പോൾ കണ്ടക്റ്റിംഗ് സർഫസിൽ E3 ഡോട്ട് dA is equal to 0 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി നമ്മളൊരു ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാൻ പോവാണ്. ലെറ്റ് us യൂസ് എ ട്രിക്ക്. ആ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു സ്കാലാർ പൊട്ടൻഷ്യൽ, സ്കാലാർ ഫംഗ്ഷൻ ഫൈ ഉണ്ട്. ഫൈ ഈസ് എ സ്കാലാർ ഫംഗ്ഷൻ and vector A is a vector function. Then ഇങ്ങനൊരു എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? del dot phi into vector A. അപ്പോൾ V3 E3 എന്ന് പറയുന്നത് പോലെ തന്നെ phi into vector A is equal to phi into del dot A plus del phi dot A. This is an expression. Okay. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ ഫൈക്ക് പകരം V3 എന്നും ഫൈക്ക് പകരം V3 എന്നും എക്ക് പകരം വെക്റ്റർ എക്ക് പകരം വെക്റ്റർ E3 എന്നും എടുക്കുകയാണെങ്കിൽ ഡൽ ഡോട്ട് V3 E3 is equal to V3 into del dot E3 plus del V3 dot A. നമുക്കിങ്ങനെ എഴുതാം. del dot E3 0 ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. പ്ലസ് del V3 എന്ന് പറയുന്നത് മൈനസ് E3 ആണ്. സോറി, ദിസ് ഈസ് E3, വെക്റ്റർ E3. So minus E3 dot E3. So you can write it as minus of modulus E3
വെക്റ്റർ E3 സ്ക്വയർ. മോഡുലസ് വെക്റ്റർ E3 സ്ക്വയറിനെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, മൈനസ് E3 സ്ക്വയർ എഴുതാം. സോ ഡെൽ ഡോട്ട് V3 E3 എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്തിനാ നമ്മൾ എഴുതിയെന്ന് ചോദിച്ചാൽ ഇതിന് ഇക്വേഷൻ നമ്പർ 9 എഴുതാം. യു യൂസ് ദിസ് ഇക്വേഷൻ നമ്പർ 9 ആൻഡ് നമുക്ക് ഇക്വേഷൻ 8A എന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. യൂസ് ഇക്വേഷൻ നമ്പർ 9 ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ 8A. അതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഇക്വേഷൻ 8A നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം സർഫസ് ഇൻ്റഗ്രൽ V3 E3 ഡോട്ട് dA എന്ന് പറയുന്നത് ഗോസസ് ഡൈവർജൻസ് തിയറം പഠിച്ചിട്ടുണ്ടാവും. ഗോസസ് ഡൈവർജൻസ് തിയറം എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ വെക്റ്റർ A ഡോട്ട് dA ഈസ് ഈക്വൽ ടു വോള്യൂം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് A d ടോ. ഇതെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതേ രൂപത്തിൽ സർഫസ് ഇൻ്റഗ്രൽ V3 E3 ഡോട്ട് dA എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, വോള്യൂം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് V3 E3 dA d ടോ. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 8B എന്ന് കൊടുത്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 9 in 8B. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു വോള്യൂം ഇൻ്റഗ്രൽ മൈനസ് വോള്യൂം ഇൻ്റഗ്രൽ E3 സ്ക്വയർ d ടൗ എന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ V3 E3 ഡോട്ട് dA. ഇത് 0 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ 8A പ്രകാരം ഇത് 0 ആണ്. അപ്പോൾ എന്തായി? വോള്യൂം ഇൻ്റഗ്രൽ E3 സ്ക്വയർ d ടൗ ഇസ് ഈക്വൽ ടു 0. വോള്യൂം ഇൻ്റഗ്രൽ E3 സ്ക്വയർ d ടൗ ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഈ ടോട്ടൽ വോള്യൂം ഇൻ്റഗ്രൽ 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അഡീഷനാണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻറ്റുകളും ഈ ഓരോ ഡിഫറൻഷ്യൽ എലമെൻറ്റുകളും എടുത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തോന്നാം ഇത് മൊത്തം കൂട്ടുമ്പോൾ 0 വരിക എന്ന് പറഞ്ഞാൽ കുറേ ടേമുകൾ പോസിറ്റീവും കുറേ ടേമുകൾ നെഗറ്റീവുമായി വന്നാൽ ടോട്ടൽ ഇൻ്റഗ്രേഷൻ 0 ആയിട്ട് വരാം. ഇവിടെ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് E3 സ്ക്വയർ ആണ്. E3 സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് പോസിറ്റീവാണ്. കാരണം എന്താ? ഇത് മോഡുലസ് വെക്റ്റർ E3 സ്ക്വയർ ആണ്, ഓൾവേസ് പോസിറ്റീവാണ്. സോ ഇൻ്റഗ്രൻ്റ് എന്ന് പറയുന്നത് ഇതിലെ ഈ ഇൻ്റഗ്രേഷനിൽ ഇക്വേഷൻ നമ്പർ 10 ആണെങ്കിൽ ഇത് ഇക്വേഷൻ നമ്പർ 10 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇൻ ഇക്വേഷൻ നമ്പർ 10 integrand is never negative. So volume integral E3 square d tau is equal to 0 can be satisfied only when vector E3 is equal to 0. അപ്പോൾ നമ്മളൊരു കണ്ടക്റ്റിംഗ് സർഫസിലാണ് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഔട്ടർ സർഫസിലും ഇതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻ ജനറൽ എന്താ പറയാം, E3 എന്ന് പറയുന്നത് 0 ആണ്. അതിൻ്റെ സർഫസ് ഇൻ്റഗ്രലും 0 ആണ്, അതിൻ്റെ വോള്യൂം ഇൻ്റഗ്രലും 0 ആണ്. അതുകൊണ്ട് തന്നെ അത് E3 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആണ്. വെക്റ്റർ E3 0 ആണെങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് വെക്റ്റർ E1 is equal to vector E2. That is, electric field can be uniquely determined.
അപ്പോൾ നമ്മളങ്ങനെ സെക്കൻഡ് യൂണീക്ക്നെസ് തിയറം പ്രൂവ് ചെയ്തു. സെക്കൻഡ് യൂണീക്ക്നെസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ട ചില അപ്ലിക്കേഷൻസും ചില പ്രോബ്ലംസും 1-2 പ്രോബ്ലംസ് ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഗ്രിഫിത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രോഡൈനാമിക്സ് 3rd എഡിഷനിലെ ഫിഗർ 3.7, 3.8, 3.9 ഒന്ന് റഫർ ചെയ്യാം. അതൊരു സെക്കൻഡ് യൂണീക്ക്നെസ് തിയറത്തിൻ്റെ ഒരു എക്സാമ്പിളും അതുമായി ബന്ധപ്പെട്ട് ചില ഫിസിക്കൽ കോൺസെപ്റ്റും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായും എല്ലാവരും ആ ഒരു സെക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇനി നമ്മളടുത്ത് സംസാരിക്കാൻ പോകുന്നത് ലാപ്ലേസസ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലാപ്ലേസസ് ഇക്വേഷൻ ആവണമെന്നില്ല, ഇലക്ട്രോഡൈനാമിക്സിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു സ്പെഷ്യൽ ടെക്നിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ടെക്നിക്ക് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഇമേജസ് എന്ന് പറയും. മെത്തേഡ് ഓഫ് ഇമേജസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പോയ്സൺസ് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ പോയ്സൺസ് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോയ്സൺസ് ഇക്വേഷൻ ഈസ് നത്തിങ് ബട്ട് അൻ ഇൻഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത്തരം ഇൻഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ പലപ്പോഴും കണ്ടക്റ്റിംഗ് പ്ലെയിൻസും കണ്ടക്റ്റിംഗ് സർഫസും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന ചില സർട്ടൻ പ്രോബ്ലത്തിൽ നമുക്ക് ഇമേജ് പ്രോബ്ലം, ഒരു പ്രോബ്ലത്തിന് പകരം അതിൻ്റെ ഒരു ഇമേജ് പ്രോബ്ലം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ മെത്തേഡ് ഓഫ് ഇമേജസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.